ഞാൻ ചർച്ചയിലേക്ക് പോകുന്നു. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, ഞാൻ ചോദിച്ച ചോദ്യം, ഇന്നിപ്പോൾ നടന്നിട്ടുള്ള യോഗങ്ങൾ, ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ, എന്താകും ഇന്ത്യയുടെ തുടർ നീക്കം എന്നത് തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമായ യോഗങ്ങളല്ലേ നടന്നു കഴിഞ്ഞത്? നമ്മൾ എന്താണ് കരുതേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ രാജ്യത്തുള്ള ഒരു ക്രൈസിസ് വന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം ക്രൈസിസ് ഒരു ഭീകരവാദി അറ്റാക്ക് എന്ന് മാത്രമല്ല, കാരണം അതൊരു നമ്മുടെ രാജ്യത്തിന് തന്നെ മുറിവേൽപ്പിക്കാൻ ഉള്ള ഒരു ശ്രമമാണ്. അതായത് മതത്തിന്റെ പേരിൽ ഉള്ളിൽ തമ്മിലടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു ക്രൈസിസ് എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. കാരണം അതിന് തിരിച്ചായിട്ട് നമ്മളൊരു മറുപടി നൽകണം. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മുടെ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ചർച്ച ചെയ്ത്, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി എങ്ങനെയാണ് എല്ലാ സൈന്യ മേധാവികളെടുത്തും ഡയറക്റ്റ് ആയിട്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നത്. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരാള് അല്ലെ രണ്ടോ പേര് മാത്രം ഒരു തീരുമാനമെടുത്ത് അതങ്ങ് നടപ്പാക്കുകയല്ല. എല്ലാവരുടെയും ഇൻപുട്സ് എടുക്കുകയാണ്. ഫൈനൽ ഡിസിഷൻ ഒരാൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും. പക്ഷെ ഇൻപുട്സ് എല്ലാവരെയും എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ആ പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ധാരാളം നയതന്ത്ര ലെവലിലൊക്കെ ഉള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, എക്കോണമിക് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി സൈനികമായിട്ടുള്ള എന്ത് നടപടിയാണ് വരാൻ പോകുന്നത്, അതിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാനിങ് ആ ഒരു രീതിയിലേക്കാണ് ഡൽഹിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യത്തെ പല ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു സീക്രസി ഉണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ. ബട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുവേണ്ടിയുള്ള ഇടയ്ക്കുള്ള മെസ്സേജിങ്ങും, അത് പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്നായാലും ശരി, അത് മറ്റ് മീഡിയ എന്നുള്ള രീതിയിലായാലും ശരി, ആ മെസ്സേജിങ്ങും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ തയ്യാറെടുപ്പും പോകുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്തിൽ പറയാൻ സാധിക്കൂ.